നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പാർത്തോട് എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമത്തിലെ ഒരു നാടൻ മീൻപിടുത്തമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അതായത് ഇപ്പം 2 കുളമുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഈ 2 കുളവും നമ്മൾ മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിൻ്റെ പേരെന്നാ? അല്ല, നിൻ്റെ പേരെന്നാ? അപ്പോൾ കഴിഞ്ഞ നമ്മുടെ പെട്ടുമണി വീഡിയോയിലുള്ള നമ്മുടെ ആദർശം നമ്മുടെ കൂടെയുണ്ട്. അപ്പം മേളിൽ എന്ത് മീനാണ് ഉള്ളത്? സിലോപ്പിയാ? വേറെ പേരാ പറഞ്ഞത്. ഓക്കെ, മുഷിയുണ്ട്. അപ്പോൾ നമുക്ക് മുഷിയുടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഓരോരുത്തരെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പേരാടാ? നീ മീൻ പിടിക്കാൻ വന്നാണോ? ഓക്കെ, നിന്റെ പേരാടാ? ശ്രീകുട്ടൻ. ഓക്കെ, ശരി. ഓക്കെ, മീൻ വളർത്തുന്നതിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടാങ്കിയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം, വെള്ളത്തിന് മൊത്തം പച്ച കളറാണ്, പായലിൻ്റെ കളറായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് തീറ്റ തിന്നാൻ വേണ്ടി ജസ്റ്റ് തല മാത്രം പൊങ്ങി വരുന്നത് കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചങ്ക് ബ്രോയാണ്, ബേസിൽ നിന്നാണ് പേര് കേട്ടോ. അപ്പം ബേസിലിൻ്റെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മീനുകൾ. ഇവന് ഈ ഒരു മീനുകൾ മാത്രമല്ല, അപ്പുറം ഒരു 3-4 എത്ര ഉണ്ട് അപ്പുറം? മൊത്തം അവിടെ 4 അല്ലേ? ഓക്കെ, അപ്പുറം വേറെ 3 ഏക്കറോളം നമുക്ക് മീനുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ 2 കുളമല്ലോ ഒരിക്കാൻ പോകണേ, 4 കുളമുള്ള കളം തിരിച്ചാണ്, കളം തിരിച്ചു ചെയ്യുന്ന ഒറ്റ കുളം. ഓക്കെ, ഇവിടെ ആളുകളെല്ലാം നമുക്ക് വന്നു. ഇനി നമുക്ക് ഡയലോഗൊന്നുമില്ല, ഫുള്ള് വിഷ്വൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മീൻപിടുത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ വല വീശോ ചേട്ടൻ എത്തി കഴിഞ്ഞു. ചേട്ടൻ തന്നെ പറയാ വക്കച്ചൻ. അല്ല, ഞാൻ പോയിട്ട് ഈ ഏരിയയിൽ നല്ല ഇടുക്കിയിലെ മൊത്തത്തിലുള്ള എല്ലാ സ്വന്തമായിട്ട് വല ഉണ്ടാക്കി കൊടുക്കുന്നയാളാ? അതെയോ? വീട് കംപ്ലീറ്റ് ഉണ്ടോ? മങ്കുവല്ലേ? ഞങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവം എന്ന് പറയാം. അതെയോ? നമ്മുടെ ജോൺചേട്ടനെ അമ്മച്ചൻ. ആ, ഓക്കെ. ഞങ്ങളുടെ കൂടെ തന്നെ വല വീശാൻ 80 വല വീശ് സ്ഥിരമാക്കിയത്. 80 അല്ലേ? 78 കല്യാണം, 80 വല വീശ തുടങ്ങി. നോക്കിയായിരുന്നല്ലോ, ഇടും, അടുത്തെടുക്കും, അടുത്തെടുത്ത് കൈ പിടിക്കും. നമ്മുടെ മറ്റേ അതെടുത്ത് അടുത്ത് കുഴപ്പമില്ല. ഒരാളെ പിടിച്ചിട്ട് കൊണ്ടുപോട്ടെ. തിരിച്ചും വാള തിരിച്ചും പറ്റും. വെള്ളം പിടി അങ്ങ് പുറയില് അല്ലേ? വെള്ളം പിടിച്ചോളാം. ആ, ഇതിന്റെ സൈഡാ. പറിക്കോ ഓടാ. വെള്ളത്തിന് മാറ്റിയപ്പോ ചെറുതിനെല്ലാം പിടിക്കടാ. ചെറുതിനെല്ലാം പിടിച്ചോ. സമയങ്ങളല്ലേ.
ഏകദേശം നെട്ടർന്ന് പറഞ്ഞ റേറ്റാണ്. പിന്നെ റെഡ് ബെല്ലി എന്ന് പറയും. റെഡ് ബെല്ലി നല്ല റേറ്റ് മീനാണ്. പിന്നെ വറക്കാനാണ് ഏറ്റവും നല്ലത്. മറക്കാനല്ലേ? കറി വെക്കാൻ ഇത് കൂട്ട് പാല് പിഴിഞ്ഞ് കറി വെച്ചാൽ കൊള്ളാവുള്ളത്. ഏകദേശം ഒരു 1/2 കിലോ മിച്ചം വരുന്നൊരു മീനാണ്. തൂക്കം വരുന്നുണ്ട്. 4 മാസം കൊണ്ട് അയക്കണാണിത്. ഈ മീനുകൾ പല്ലുണ്ട് ഇത് കേട്ടോ. മനുഷ്യക്കാൽ ഇതായ പല്ലുകളെ വരുന്നത് പ്രത്യേകത. നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിക്കുക സാധനം. ഇത് ശരിക്കും പിരാനയുടെ റേറ്റ് ആണ്. അതെയോ? പിരാനയുടെ റേറ്റ് ആണ്. ബാക്കിയുള്ള മീനുകൾ തിന്നാനും ഇവന് സാധ്യതയുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പിടിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഓർക്കാം. സംവിധാനത്തില് അതിന്റെ അടി കെട്ടണേ. ഇതിന്റെ അടിയിലൊന്ന് അങ്ങനെ 2 ബോട്ടിലാ കുപ്പി എടുത്ത് അവിടെ തന്നെ കുപ്പി ആദ്യം കഴിക്കാറ്. ആ കുപ്പി അങ്ങോട്ട് മാറ്റാം. വീശിതാ നൈസായിട്ട് വരികയാണ്. അനാബസ്. എത്ര ആൾക്കാരുണ്ട്? കഥ പറയണ്ടോ? അനാബസ് എന്ന് പറഞ്ഞ റേറ്റ് ആണ്. അണ്ടിക്കള്ളിന്ന് ആൾക്കാർ വിളിക്കും. ഇത് മുള്ള ഇതിന്റെ മേലെ നിറച്ച മുള്ള. ഇതിനെ എങ്ങനെ പിടിച്ചാലും ഈ ചെകിള തൊട്ടാലും കൈ കീറുള്ളൂ. ഇതാണ് നമ്മുടെ സിനിമയുടെ മിനീഷ് ബാസിനെ എപ്പോഴും പിടിച്ച് വറക്കുന്ന സാധനം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബിനീഷ് ചേട്ടൻ എപ്പോഴും അവിടെ വലയിട്ടിട്ട് വറക്കുന്ന സാധനം. അനാബസ് എന്ന് വിളിക്കും, അണ്ടിക്കള്ളി എന്ന് വിളിക്കും, കരട്ടി എന്ന് വിളിക്കും, കറുപ്പ് എന്ന് വിളിക്കും. അങ്ങനെ ഒത്തിരിയധികം പേരുകൾ അറിയപ്പെടുന്ന ഒരു സാധനം അനാബസ്. ഇതിന്റെ എത്ര പേരുകൾ അറിയപ്പെടുന്നുണ്ട് ചേട്ടാ? കറുപ്പ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അണ്ടികള്ളി എന്ന് പറഞ്ഞ സാധനം തന്നെയല്ലേ? അണ്ടികള്ളി, അതെ, കറുപ്പ്, അണ്ടികളി, അങ്ങനെ എല്ലാം പേരിൽ അറിയപ്പെടുന്നത്. സുഖമില്ലാത്തത് തൊട്ടവാടിയാ. ആരും ചവിട്ടല്ലേ വന്നു. ഇവിടെ പൊക്കുവല്ലേ? നീ അടുക്കട രാമൻ, ശരിക്ക് ചേർത്ത് സൈഡ് ചേർന്ന് നീ അവിടെ കയറിക്കോ. അവിടെ നിൽക്കട്ടോ ചേട്ടാ. അവിടെ ഞാൻ ചേർത്ത് വന്നോളാം. പോലെ ഒരുത്തരം ചേർത്ത് പൊക്കോ. ചേർത്ത് പോകാം. നിൽക്കട്ടോ. ആ അല്ലെങ്കിൽ കിട്ടേ. ഓറുണ്ടോ? ഓറുണ്ടല്ലോ. അത് മീൻ പോയി.
ഞാൻ ഇറങ്ങിയ മീൻ കിട്ടണേ ഇങ്ങനെ അടികളോ നേരെ കൊണ്ട് സാധനത്തിനകത്ത് കിട്ടും. നമ്മൾ പുറത്തുനിന്ന് ആളുകൾ കഴിക്കണല്ലേ ആ മീൻ മൊത്തം അങ്ങോട്ടാ ഓടും അതിൻ്റെ അകത്ത് ഇറങ്ങാത്തോണ്ടേ. ആ മീനകത്ത് അതിനകത്ത് പോയില്ലേ. ഒരു കപ്പുണ്ടോ അവിടെ അതിൻ്റെ ഇതിൻ്റെ അകത്ത് കപ്പൊന്നുമില്ല. കപ്പ എഴുതുന്നു. കപ്പുണ്ടെങ്കിൽ ചെരുപ്പുണ്ട്. ഇനി കുടയും വേണ്ട. വാളനെ എടുത്തു. വാളനെ മാറ്റി എടുത്തു. അതിനും കുടിച്ചാൽ ഇനി കുടിച്ചാൽ വാള വേറെ ഉണ്ട്. വാള ഉണ്ട്. കപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പം പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് മൊത്തം അടിച്ചു പൊളിച്ച് തകർത്ത് നമ്മളൊരു മീൻ പിടുത്തം നടത്തി കേട്ടോ. പക്ക വെറൈറ്റി പോയി കേട്ടോ. നമുക്ക് ഇന്നത്തെ മീൻ പിടുത്തം തൽക്കാലം നമ്മൾ നിർത്തിയാണ്. ഇനി മീൻ കിടക്കുന്ന പിടിച്ചെത്തിയില്ല. കാരണം അവർക്ക് അതിൽ കൂടുതൽ ഓർഡർ വന്നവർക്കാണെങ്കിൽ പോലും അത്രയും കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒന്നും കൂടെ നമ്മൾ പഠിച്ചതിന് ശേഷം ഒന്നുകൂടെ കോരി പിടിക്കാനുള്ള സംവിധാനങ്ങൾ അടുത്ത ദിവസം ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത ദിവസം നമുക്ക് ഒന്ന് ചൂണ്ടിടാനുള്ള സംവിധാനം ചെയ്യുന്നതാണ്. കാരണം ഈ കൊറോണ പ്രശ്നങ്ങളുള്ളതാണ് ആളുകൾ നമുക്ക് അതിൽ കൂടുതൽ അടുപ്പിക്കത്തില്ല. ഇപ്പം അപ്പുറത്തെ കൊള്ളം നമുക്ക് എന്നത്തേക്കുണ്ടാവും? നമ്മൾ അപ്പുറത്തെ കൊള്ളം നമുക്ക് ഈ ഡിസംബറിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു വ്യത്യസ്തമായ അനുഭവമായി പോയി. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടി ഇതുപോലെ കുളത്തിൽ ഇറങ്ങി ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഒരു രക്ഷയില്ലായിരുന്നു, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. അപ്പം അടുത്ത കുളത്തിൽ നമ്മളുണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അപ്പുറം അരികേട്ടനെ പിടിക്കാൻ നിനക്ക് വരാൻ പറ്റിയില്ല. ഇനിയിപ്പം അരാപ്പായ്മ വലുതായി വരുന്നത് അരികേട്ട് 10-15 കിലോ ഉണ്ടല്ലോ. ഇതുപോലുള്ള പുതുപുത്തൻ കാഴ്ചകളും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.